നമസ്കാരം. രുചികട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബീട്രൂട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു തോരനാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു തോരനാണ്. ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ബീട്രൂട്ട് വേണം. വലിയ ബീട്രൂട്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ പകുതി എടുത്തു. പിന്നെ നമുക്ക് സവാള, ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയുള്ളി വേണം, ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില വേണം, 2 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചിരകിയ തേങ്ങ വേണം, നമ്മൾ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ, പിന്നെ വെളിച്ചെണ്ണ വേണം, ഉപ്പ്, മഞ്ഞൾ, അങ്ങനെയുള്ള കാര്യങ്ങളും വേണം. ആദ്യം നമ്മൾ തേങ്ങ ചതയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ തേങ്ങയുടെ കൂടെ 2 പച്ചമുളകും അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാൻ കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർക്കുക. എന്നിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും അതുപോലെ തന്നെ സവാളയും ചെറുതായിട്ട് അരിഞ്ഞു, ചോപ്പറിൽ വെച്ചിട്ട് അരിഞ്ഞതാണ്. അതുപോലെ തേങ്ങ ചതച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കാനായിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, സവാള ആദ്യം ഇടാം. എന്നിട്ട് സവാള ഒന്ന് വഴറ്റി കൊടുക്കണം, കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ബീട്രൂട്ട് ഇട്ട സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞളും ചേർക്കുന്നുണ്ട്. നമ്മൾ തേങ്ങയുടെ കൂടെ ചേർത്തിട്ടുണ്ട് എന്നാലും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ബീട്രൂട്ട് വെന്ത് വരേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 2-3 തവണ. ഇനി ഇതിലേക്ക് ഒരു നടുവിൽ കുറച്ച് സ്ഥലമാക്കി നമ്മൾ എടുത്ത് വെച്ച് 2 മുട്ടയുണ്ടല്ലോ, അത് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ബീട്രൂട്ടിൻ്റെ കൂടെ യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ യോജിപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പുണ്ടല്ലോ, ഞാൻ നല്ലോണം തേങ്ങ അരത്തുണ്ടേ, അപ്പോൾ തേങ്ങയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഉപ്പ് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ബീട്രൂട്ട് മുട്ടത്തോരൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കണം. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരെ ബൈ.